നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. 3.5 കോടി ജനങ്ങൾ നിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം. ആ കേരളത്തിൽ പുതുതായി ചില ജില്ലകൾ കൂടി വരുന്നതായി കേൾക്കുന്നു. എന്താണ് സാർ, അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടക്കുന്നുണ്ടോ? അല്ല പ്രശാന്ത്, അത് ജില്ലകൾ കൂടണം. അത് ഒരുപക്ഷെ നമ്മൾ പലരും പറയും, അയ്യോ ഇവിടെ കടക്കണിയാണ്, അങ്ങേറ്റം കുത്തുവാള എടുത്ത് നിൽക്കുകയാണ്. ആണ്, ശരിയാണത് അല്ലേ? അത് പിന്നെ പുതിയ ജില്ലകൾ വരുമ്പോൾ ഭരണച്ചെലവ് കൂടും. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ക്രമാതീതമായിട്ടങ്ങ് ഉയരും. പക്ഷെ ജില്ല പുതുതായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ താഴെത്തട്ട് വരെ ഈ ഭരണത്തിൻ്റെ മികവ് എത്തണ്ടേ? അത് ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും പങ്കാളികളായി മാറുകയാണ്. ജനങ്ങളെല്ലാം മുഖ്യധാരയിലേക്ക് വന്നു. അല്ലാതെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടൊരു ജനതയും കഴിയുന്നില്ല. നമ്മൾ പറയും അത് മലയോര മേഖലയാണ്, ഇത് തീരദേശമാണ്, അവിടെയുള്ളവനും പിന്നെ കോളേജുകളിൽ പോകുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, ഭരണ പങ്കാളിയായി മാറുന്നു, ഭരണത്തിൻ്റെതായിട്ടുള്ള അത് ഗുണഭോക്താക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വികസനം കാർഷിക രംഗത്തായാലും വ്യാവസായിക രംഗത്തും ഒക്കെ ഉണ്ടാകണം. പക്ഷേ സാർ, അപ്പോഴും ഉയരുന്നൊരു ചോദ്യം, മലപ്പുറം പോലെയുള്ള നിലവിലെ ജില്ല അത് മുറിച്ച് വീണ്ടും പുതിയൊരു ജില്ല കൂടെ അവിടെ വരണം എന്നാണ്. അത് ഈ നമ്മുടെ ജനസംഖ്യാനുപാതികമായ ഒരു സ്ഥിതിയെ ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ് അവസ്ഥയെ തകിടം മറിക്കില്ലേ? പ്രത്യേകിച്ചും മലപ്പുറത്തെ ഈ മുസ്ലിം ജനസംഖ്യ ഇത്രയും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ജില്ല കൂടെ വരുമ്പോൾ അതിനനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് നിയമസഭാ സീറ്റുകളും ഒക്കെ വർദ്ധിക്കും. അപ്പോൾ അത് ദോഷകരമായിട്ട് ബാധിക്കും എന്ന ആക്ഷേപം പ്രത്യേകിച്ചും BJP പോലെയുള്ള കക്ഷികൾ ഉയർത്തുന്നുണ്ട്. അതെങ്ങനെ ഇതുമായിട്ട് ശരിയാകും സാർ? ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ പറയും അത് മുസ്ലിം ലീഗ് സീറ്റുകൾ കൂട്ടാനുള്ള പോകുന്നതാണ്. അവർ വിചാരിച്ചാൽ ജില്ലയല്ല, അവർക്ക് സംസ്ഥാനം വരെയും കൊടുക്കാൻ പലരും തയ്യാറാണെന്ന് പറയും. അതെ. പക്ഷെ നമുക്ക് അതിനു മുമ്പായിട്ട്, മലപ്പുറത്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വരാം. തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നെയ്യാറ്റിൻകര, കാട്ടാക്കട. ഇതൊക്കെ മലയോര മേഖലയാണ്, പിന്നെ കാർഷിക മേഖലയും ഒക്കെ കൂടിയാണ്. പക്ഷേ ഇവിടെയൊക്കെ ജനസാന്ദ്രത കൂടി അതിൻ്റെതായിട്ടുള്ള വികസനം ആവശ്യവുമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുകയാണ് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം 15-18 കിലോമീറ്റർ, 20 കിലോമീറ്ററേ ഉള്ളൂ. കാട്ടാക്കടയും അത്രയും ദൂരമേ ഉള്ളൂ. കാട്ടാക്കടയൊക്കെ മലയോര മേഖലയാണ്, പക്ഷെ വളരെയധികം വികസിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ഈ കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും, അതായത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള ഇവരെ ഈ പ്രദേശങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നെയ്യാറ്റിൻകര എന്ന പേരിൽ ഒരു ജില്ല വേണമെന്നുള്ള ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സമീപകാലത്ത് ആ ആവശ്യം ഒന്നുകൂടെ ശക്തമായി. നെയ്യാറ്റിൻകര MLA ആൻസലിന്റെ നേതൃത്വത്തിൽ 1,00,000-ഓളം പേര് ഒപ്പിട്ട ഒരു നിവേദനം മുഖ്യമന്ത്രിക്കും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. ലത്തിൻ രൂപതയുടെയും അരുവിപ്പുറം മഠാധിപതിയുടെയും ഒക്കെ പിന്തുണ ഇതിനുണ്ട് താനും. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ നെയ്യാറ്റിൻകര എന്നൊക്കെ പറയുന്നത് അതിന്റെ ടൂറിസം സാധ്യതയുണ്ട്. അതെ, തീർച്ചയായിട്ടും. നെയ്യാറ്റിൻകര ടൗൺ മുനിസിപ്പാലിറ്റിയും കൂടിയാണ്. ടൂറിസം സാധ്യതയുണ്ട്. ഇപ്പം നെയ്യാർ ഡാം, അഗസ്ത്യാർകൂടം, പിന്നെ വളരെ നീണ്ട കടലോരം ആ ഭാഗത്തുണ്ട്. വിഴിഞ്ഞം ഇതിനോട് ചേർന്ന് അടുത്ത് വരികയാണ്. പിന്നെ കോവളം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആയിരിക്കും, പക്ഷേ നെയ്യാറ്റിൻകര ജില്ലയായി കഴിയുമ്പോൾ ചേർന്ന് നിൽക്കുന്ന ഇടം തന്നെയാണ്. തൊട്ടപ്പുറം തമിഴ്നാടാണ്. തിരുവിതാംകൂറിന്റെ രാജവംശത്തിന്റെ ഒരു ആസ്ഥാനം ഒക്കെ അവിടെ ഉണ്ട്. കൊട്ടാരം, പിന്നെ കന്യാകുമാരി ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാട്ടാക്കടയുടെയും നെയ്യാറ്റിൻകരയുടെയും പ്രൗഢി വളരെയധികം മാറുമെന്നുള്ളതാണ്. അത് പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലും ഒക്കെ അങ്ങ് മാറും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുണ്ടായി, നെയ്യാറ്റിൻകരയിൽ IT ഹബ്ബ് വരെ പറയുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. വളരെയധികം മാറിപ്പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ വരേണ്ടത് ഈ പറഞ്ഞ മലപ്പുറത്താണ്. മലപ്പുറത്തിന്റെ ആവശ്യം വളരെ കാലം മുമ്പേ ഉണ്ടായിട്ടുള്ള, മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ഒരു പ്രത്യേക ജില്ലയാക്കണം. 2011 സെൻസസ് പ്രകാരം അവിടെ 41 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. 2011 വർഷം
10-13 ആയില്ലേ? അപ്പോൾ ഈ ജനസംഖ്യയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ അത് 1969 ജൂൺ 18 രൂപീകൃതമായതാണ് മലപ്പുറം ജില്ല. അവിടെ 7 താലൂക്കും 12 നഗരസഭയുമുണ്ട്. അതിൽ ഈ തിരൂര്, പൊന്നാനി ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ജില്ലയാണ് ആവശ്യപ്പെടുന്നത്. തിരൂർ തുഞ്ചത്താചാര്യന്റെ ജന്മസ്ഥലമാണ് തിരൂർ തുഞ്ചൻ പറമ്പ്. മലയാളം സർവകലാശാല പ്രവർത്തിക്കുന്നത് തിരൂരാണ്. പിന്നെ എല്ലാ തരത്തിലും അവിടെ ഒരു പഴയ ഒരു പ്രധാന കേരളത്തിന്റെ ഒരു പാരമ്പര്യവും ചരിത്രവും ഒക്കെ അവകാശപ്പെടാനുണ്ട് ഉള്ളിടമാണ്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മലപ്പുറത്തിനൊരു വിഭജനം ആവശ്യമാണ് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ചിലരതിനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടായിരിക്കാം കാണുന്നത്. കാരണം അങ്ങനെ മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും മുദ്ര കുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട്. ഇനിയിപ്പം നമ്മൾ വരുമ്പോൾ ഇടുക്കി ജില്ലയിലേക്കാണ് വരുന്നത്. ഇടുക്കി ജില്ല മലയോര പ്രദേശം. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പൈനാവാണ്. പൈനാവാണ്. അതെ. ഈ ഇങ്ങേയറ്റത്തുള്ള തൊടുപുഴ, പൊൻകുന്നമൊക്കെ ഉള്ളവര് ഈ പൈനാവ് വരെ എത്തണം. ഓരോ കാര്യസാധ്യത്തിനായിട്ട് വന്നു പോകുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവിടെയുള്ളവരൊക്കെ തന്നെ കളക്ടറേറ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവരൊക്കെ തന്നെ ഈ കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. കാർഷിക മേഖലയുമാണ്. നിരവധി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോൾ ഈ ഇടുക്കി ജില്ലയെ വിഭജിച്ചുകൊണ്ട് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മൂവാറ്റുപുഴ എന്ന് പറയുന്ന, മൂവാറ്റുപുഴ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. മൂവാറ്റുപുഴ, പിറവമൊക്കെ എറണാകുളം ജില്ലയിൽ. അപ്പോൾ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് വന്നിരിക്കുന്നത്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പോകണം. 1982 രൂപീകൃതമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട. അന്ന് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുമ്പോൾ അതിന് വലിയ ചരിത്രമാണ് പത്തനംതിട്ട ജില്ലയുടെ. കാരണം കരുണാകരൻ മന്ത്രിസഭ നിലനിൽക്കണമെങ്കിൽ ഒരു MLA കുറവുകൂടി ഉണ്ട്. അതിന് KK നായർ എന്ന് പറയുന്ന MLA പത്തനംതിട്ടയിൽ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ചു വരുന്ന ആളാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? കരുണാകരന് പിന്തുണ കൊടുത്തു. ഒറ്റ രാത്രി കൊണ്ട് പത്തനംതിട്ട ജില്ലയായി. അദ്ദേഹം പറഞ്ഞു പിന്തുണ തരാം, എനിക്ക് ജില്ല വേണമെന്ന് പറഞ്ഞു. പത്തനംതിട്ട ജില്ല വേണമെന്ന് പറഞ്ഞു. ഈ പത്തനംതിട്ടയുടെ കുറെ ഭാഗങ്ങൾ കൊല്ലം ജില്ലയിലാണ്, കുറച്ച് ആലപ്പുഴയിലും പിന്നെ കുറച്ച് കോട്ടയത്തും ഒക്കെ ആയിട്ട് വലിയ ജില്ലയായിരുന്നു. കൊല്ലം ജില്ല വലിയ ജില്ലയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനു മുമ്പേ പത്തനംതിട്ട ജില്ലയുടെ ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ പത്തനംതിട്ട KK നായർ കറക്റ്റ് സമയത്ത് ഇപ്പോഴും പത്തനംതിട്ടയിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിൽ KK നായരുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. KK നായരുടെ പ്രതിമ അങ്ങനെ വെച്ചാൽ പോരാ, അതിലും വലുതായിട്ട് വെക്കണം. കാരണം പത്തനംതിട്ട ജില്ലയുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ശരിക്കും പത്തനംതിട്ട ജില്ലയുടെ പിതാവാണ് അദ്ദേഹം. അന്ന് ഈ ജില്ലയുടെ അത് 82 അന്ന് രൂപീകരിച്ച് ഉദ്ഘാടനം നടത്തിയപ്പോൾ കരുണാകരൻ പറഞ്ഞു, ഇനി കേരളത്തിൽ ഒരു ജില്ല വരുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് വരെ അത് പ്രാവർത്തികമായിട്ടില്ല. അതിനുശേഷം ഏറ്റവും അവസാനം രൂപീകൃതമായത് കാസർഗോഡ് ജില്ലയാണ്. 1984 മെയ് 24 ആ ജില്ല രൂപീകൃതമായത്. അപ്പോൾ 3 ജില്ലകൾ കേരളത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കേരളത്തിന്റെ തെക്കൻ മേഖലയായ നെയ്യാറ്റിൻകര, 2 മലബാറിന്റെ മധ്യ അത് തിരൂർ ആസ്ഥാനമാക്കിക്കൊണ്ടും പിന്നീട് മലയോര മേഖലയായ ഇടുക്കിയിൽ നിന്ന് വിഭജിച്ച് മധ്യ കേരളത്തിൽ മൂവാറ്റുപുഴ എന്ന ഒരു പുതിയ ജില്ല. അങ്ങനെ 14 നിന്ന് 17 എത്തും. പിന്നെ ഇത് ആവശ്യമാണ്, കാലത്തിന്റെ ആവശ്യമാണിത്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ അതിനകത്തപ്പം ജനസംഖ്യാപരമായ മാറ്റങ്ങളും ഒക്കെ വരുമ്പോൾ നിയമസഭ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഒരുപക്ഷെ വർദ്ധിച്ചേക്കും. നിയമസഭ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭയിലും മാറ്റം വരും. അപ്പോൾ എന്തായാലും ഇത് കേരളത്തിന്റെ ഒരു വികസനം കൂടിയാണ്. പിന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റം വന്നില്ലെങ്കിൽ ഇത് പഴയതുപോലെ തന്നെ പോവുകയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.